ഹലോ, വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ഫാദീസ് വേൾഡ്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് മൂന്നാമത്തെ ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് ഓടിച്ചൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ബിഗിൻ ചെയ്യുന്നത് തന്നെ നമ്മുടെ മോർണിംഗ് സോങ്ങിന് മുന്നേ ആയിട്ട് നമ്മുടെ ശൈത്യ നല്ല ഉറക്കാണ്. അപ്പൊ ബിന്നി അത് കണ്ടിട്ട് വന്നിട്ട് അക്ബറിന്റെ അടുത്തും ശരത്തിന്റെ അടുത്തും പറഞ്ഞു, ശൈത്യ നല്ല ഉറക്കാണ്, കട്ടിൽ കിടന്നാണ് ഉറങ്ങുന്നത്, നമുക്ക് റെഡ് മാർക്കിൽ കൊണ്ട് വെക്കാന്ന് പറഞ്ഞിട്ട് വന്ന് വിളിച്ചു. അങ്ങനെ അവര് പൊക്കിയെടുക്കാൻ നോക്കിയപ്പോഴത്തേന് ശൈത്യ ഉണരുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിനുള്ളിലെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. അവിടെ ചൊറിച്ചിലാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ മുഴുവൻ ചെറിയ ചെറിയ ചൊറിച്ചിൽ സംസാരങ്ങളായിരുന്നു. ആദ്യം തന്നെ തുടങ്ങിയത് മോർണിംഗിൽ തന്നെ തുടങ്ങിയത് ഷാനവാസും അനീഷും ആണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് അനീഷിന്റെ ദേഹത്ത് പോയി തൊടുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഡോണ്ട് ടച്ച് മൈ ബോഡി, എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ബോഡിയിൽ തൊടരുതെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് കേട്ടോ. ആ സംസാരത്തിനിടയിൽ തന്നെ നമ്മുടെ ശരത്ത് ഹൗസ് തൂത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചൂല് കൊണ്ട് പോകുന്നത് കണ്ടിട്ട് ഷാനവാസ് പറയാണ്, പോടാ ചൂലേന്ന് പറഞ്ഞു. അപ്പോ ശരത്ത് പറഞ്ഞു, ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ പറഞ്ഞു, നിന്നെ അല്ല പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന ചൂലിനെ പറഞ്ഞു. എന്നിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് പോടാ ചൂലേ, പോടാ ചൂലേ, പോടാ ചൂലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ രേണുസുതി ഇതുവരെ നമ്മുടെ ഓമന പേര് ടാസ്കിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനെ തുടർന്ന് ഇപ്പോഴും അവിടുത്തെ കണ്ടസ്റ്റൻസിനോടൊക്കെ രാവിലെ തന്നെ വീണ്ടും വർത്താനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേണുസുതിനെ വിളിച്ചത് മാത്രമല്ല പറയുന്നത്, എൻ്റെ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും, കേരളത്തിലെ എല്ലാ വിധവകളെയും, കേരളത്തിലെ എല്ലാ സിംഗിൾ മദറിനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് രേണുസുതി അവിടെ ഭയങ്കരമായിട്ട് ഫീമെയിൽ കാർഡ് എടുത്ത് കളിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേനും മറ്റു കണ്ടസ്റ്റൻസ് ഒക്കെ അത് ഓപ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അക്ബർ ആണെങ്കിലും അഭിലാഷ് ആണെങ്കിലും ഒക്കെ രേണുസുധിയാണ് പറഞ്ഞത്. രേണു ചേച്ചി വേണമെങ്കിൽ പ്രതികരിക്കണം, കേരളത്തിലെ എല്ലാ സ്ത്രീകളെ അല്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംസാരം നടന്നു. അനുമോൾ ആണെങ്കിൽ വളരെ കാമായിട്ട് രേണുവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചേച്ചിയുടെ അടുത്താ പറഞ്ഞു, ചേച്ചിക്ക് അതിന് പ്രതികരിക്കാം, അതിനാരും എതിർപ്പ് നിൽക്കില്ല, പക്ഷെ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും കൂടി കൂട്ടുവിളിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അനുമോളും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മോർണിംഗ് ടാസ്ക് അല്ല, എന്താ പറയാ, മോർണിംഗ് ആക്ടിവിറ്റി വന്നു. വാക്ക് പോര്, അതായത് ഇപ്പൊ ബാൻഡ് കയ്യിലിരിക്കുന്നവരെ 3 പേരെയും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് എന്താണ് ഒരു ഡിബേറ്റ് നടത്താം. അപ്പൊ അതിൽ ആരാണ് ജയിക്കുന്നതെന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസ് തീരുമാനിക്കുകയും അവർക്ക് ആ ബാൻഡ് കൈമാറുകയും ചെയ്യണം എന്നതായിരുന്നു ടാസ്ക്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ നെവിനാണ് ജിസേലിന്റെ ബാൻഡിന് വേണ്ടി സംസാരിച്ചത്. സത്യം പറയാലോ, നെവിൻ സംസാരിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നെവിന് ആണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്തതും നെവിൻ വിൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ജിസേലിന് അത് തീരെ ഇഷ്ടമല്ല. ജിസേൽ അതിനുശേഷം അവിടെ കിടന്ന ഭയങ്കര ഷോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശാരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദില നൂറയെ ഓപ്പോസ് ചെയ്ത് സംസാരിച്ചു. പക്ഷെ എല്ലാവരും ആദില അന്നൂറയ്ക്കാണ് വോട്ട് കൊടുത്ത്, അവരാണ് ജയിച്ചത്. അപ്പൊ അവർക്ക് ബാൻഡ് നഷ്ടമായില്ല. പിന്നെ ഒനിയിലാണെങ്കിൽ ആര്യനെതിരെയായിരുന്നു, അവിടെയും ആര്യൻ തന്നെയാണ് വിൻ ചെയ്തത്, ആര്യന് ബാൻഡ് നഷ്ടമായില്ല. പക്ഷെ ജിസേലിന് ബാൻഡ് നഷ്ടമായിട്ട് അത് നമ്മുടെ നെവിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിസേലിന്റെ ബാൻഡ് ഓൾറെഡി കാണാനില്ല, അത് എടുത്തു മാറ്റിയത് അക്ബർ ആയിരുന്നു എന്നുള്ള സത്യം നെവിൻ അറിയാം. നെവിൻ അത് ജിസേലിന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ജിസേല് അക്ബറിന്റെ നേരെയും കുറച്ച് ഷൗട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വീക്ക്ലി ടാസ്ക് ഡേ 2 റൗണ്ട് 1 ആയിരുന്നു കേട്ടോ. അപ്പൊ ഷാനവാസിന് ഒരു ഗോൾഡ് കോയിൻ കിട്ടിയെടുത്തായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം കളി നിർത്തിയത്. അപ്പൊ അക്ബറിന് കിട്ടിയതുപോലെ ഷാനവാസിന് നോമിനേഷൻ പവർ ഉണ്ട്. പക്ഷേ ഷാനവാസ് ഒരാളെ സെലക്ട് ചെയ്ത് അയാളെ പോയി ഗോൾഡ് കോയിൻ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഷാനവാസിന് നോമിനേഷൻ പവർ അടുത്ത ആഴ്ചയിലേക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആ ഒരു പവർ കിട്ടിയുള്ളൂ. അപ്പൊ ഷാനവാസ് അതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആര്യനെ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആര്യൻ അതിന് വിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ഷാനവാസിന് ആ പവർ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ആ ഒരു ഗെയിമിന്റെ എൻഡില് നമുക്ക് 2 കോയിൻസ് ഉണ്ടായിരുന്നു, അതായത് ഡെസ്റ്റിനി കോയിനും ഗോൾഡ് കോയിനും. അപ്പൊ ഡെസ്റ്റിനി കോയിൻ വിൻ ചെയ്തത് നമ്മുടെ അക്ബറും ഗോൾഡ് കോയിൻ വിൻ ചെയ്തത് നമ്മുടെ അഭിലാഷും ആയിരുന്നു. അപ്പൊ ഗോൾഡ് കോയിൻ വിൻ ചെയ്ത അഭിലാഷിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റി അക്ബറിൽ നിന്നും ആര്യനിൽ നിന്നും. അപ്പൊ അഭിലാഷ് സെലക്ട് ചെയ്തത് അക്ബറല്ല, ഷാനവാസിൽ നിന്നും ആര്യനിൽ നിന്നും. അപ്പോൾ നമ്മുടെ അഭിലാഷ് സെലക്ട് ചെയ്തത് നമ്മുടെ ഷാനവാസിനായിരുന്നു. അങ്ങനെ അക്ബറിന് കിട്ടിയത് ഒരു ഡെസ്റ്റിനി കോയിൻ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡെസ്റ്റിനി കോയിന്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുകഞ്ഞ കൊള്ളി പുറത്ത് കിടക്കുന്ന 4 പേരിൽ നിന്ന് ഒരാളെ വീടിനുള്ളിൽ കയറ്റിയിട്ട് പകരം വീടിനുള്ളിൽ ഒരാളെ പുറത്തേക്ക് ആക്കാൻ പറ്റുന്ന ഒരു പവർ ആയിരുന്നു അക്ബറിന് കിട്ടിയത്. അപ്പൊ അക്ബർ അത് ഷാനവാസ് ഒരുപാട് ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് ഉറങ്ങണം എന്നുള്ള രീതിയിൽ ഷാനവാസിനെ അകത്തേക്ക് കയറ്റിയിട്ട് പകരം രഞ്ജിത്തിനെയാണ് പുറത്തേക്ക് വിട്ടത്.
പക്ഷെ അകത്ത് കയറിയപ്പോഴത്തേനും ഷാനവാസിന്റെ സ്വഭാവമൊക്കെ മാറി. ഷാനവാസ് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 2 ദിവസം ഉറങ്ങിയില്ല, ഉറക്കം നടിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൺ ഷോ ആയിരുന്നു. അത് പിന്നീട് ബിൻസിയും ശൈത്യയും ഒക്കെ ഏറ്റെടുത്ത് ബിൻസിയും ഒക്കെ ഷാനവാസിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ശരത്ത് വന്നിട്ട് അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നീ രഞ്ജിത്തിനെ വിടുന്നതിന് പകരം ബിന്നിയെ വിട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അത് നിന്റെ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയായിരുന്നു, ബിന്നിയെ വിട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടോക്ക് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു, ഇവിടെ ബാൻഡ് ഇല്ലാത്ത ആൾക്കാരൊക്കെ അവരുടെ പേഴ്സണൽ ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞു. എസ്പെഷ്യലി ജിസേലിന്റെ അടുത്തായിരുന്നു പറഞ്ഞത്. ജിസേല് സാധനങ്ങളൊക്കെ വെച്ചതുപോലെ അഭിനയിച്ചു, പക്ഷെ എങ്കിലും ഡ്രസ്സും മേക്കപ്പും ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു, മറ്റു ചിലരും യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഷാനവാസ് ഷൂ ഇടുന്നുണ്ട്, ബിന്നി ഹെയർ ബാൻഡും മേക്കപ്പും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വീക്ക്ലി ടാസ്കിന്റെ റൗണ്ട് 2 നടന്നു. അതിൽ വൈറ്റ് കോയിനും ബ്ലാക്ക് കോയിനും മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ വൈറ്റ് കോയിൻ, ബ്ലാക്ക് കോയിൻ എടുത്താൽ പണിയൊന്നും കിട്ടില്ല. അപ്പൊ വൈറ്റ് കോയിൻ കിട്ടുന്നവരായിരിക്കും വിൻ ചെയ്യുക. അങ്ങനെ നമ്മുടെ വൈറ്റ് കോയിൻ കളക്ട് ചെയ്ത് നമ്മുടെ അക്ബർ വിൻ ചെയ്തു. ഫസ്റ്റ് അക്ബറും സെക്കൻഡ് ആര്യനും ആയിരുന്നു. പക്ഷെ സെക്കൻഡിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഫസ്റ്റ് അക്ബർ ആയതുകൊണ്ട് തന്നെ അക്ബറാണ് അടുത്ത പണിപ്പുരയിലേക്ക് പോകേണ്ടത്. അപ്പൊ പണിപ്പുരയിലേക്ക് പോകാൻ തയ്യാറാക്കി ഇരുന്നപ്പോൾ നമ്മുടെ ബിന്നി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ ഇത്രയും മാവ് മാത്രമേ ഉള്ളൂ, അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വരണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിലും ഒരു വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം അക്ബറും ശരത്തും ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അതിൽ നിന്ന് ഒരാളെ റെഡ് മാർക്കിൽ കൊണ്ടുവിടാനായിട്ട്. പക്ഷെ ശൈത്യയൊക്കെ കൊണ്ടുവിടാനായിട്ട് ശരത്തിന് തീരെ മനസ്സിലായി. കാരണം അവർ തമ്മിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പൊ ജിസേലിനെയാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അവരവിടെ അതും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത്. എപ്പിസോഡ് കാണാത്തവര് തീർച്ചയായും പോയി കാണണം. എനിക്കിപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്നല്ല പറയുന്നത്, എനിക്ക് ബിഗ് ബോസിനാണ് ഏറ്റവും കൂടുതൽ. കാരണം ഈ 7 സീസണിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി അടിപൊളി പണികളാണ് ബിഗ് ബോസ് കൊടുത്തോണ്ടിരുന്നത്. ഇത്രയും നാളത്തെ സീസൺ കണ്ടിട്ട് ബിഗ് ബോസിലേക്ക് എത്തിയ കണ്ടസ്റ്റൻസിന് ഇത് ശരിക്കും ഒരു 7ന്റെ പണി തന്നെയാണ്. അവർ തീരെ എക്സ്പെക്ട് ചെയ്തില്ല ബിഗ് ബോസ് ഇങ്ങനെ ചേഞ്ച് ആകുക എന്നുള്ളത്. അപ്പൊ ബിഗ് ബോസിന്റെ ഈ ഒരു പണികൊടുപ്പിലൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.